ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സ്വർണ്ണ പ്രതിമയെ മഹത്വവൽക്കരിക്കുന്ന ലോകകപ്പിന് വേണ്ടിയുള്ള ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നാം ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഫുട്ബോൾ ഈ ലോകകപ്പ് ഫുട്ബോളിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ്? ഒടുവിലത് സ്വർണ്ണത്തിൽ നിർമ്മിച്ച ഒരു പ്രതിമയെ സ്വന്തമാക്കുക എന്നതാണ്. സ്വർണ്ണത്തിൽ നിർമ്മിച്ച ഒരു പ്രതിമയെ സ്വന്തമാക്കാനും അതിനെ തൊടാനും ചുംബിക്കാനും തലക്കു മുകളിൽ ഉയർത്തിപ്പിടിക്കാനുമായി ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ആവേശത്തോടെ കാത്തിരിക്കുന്നു. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മഹത്വം അർഹിക്കുന്നത് അള്ളാഹു മാത്രമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതിനാൽ ഒരു സ്വർണ്ണ പ്രതിമയെയോ ട്രോഫിയെയോ അതിരു കടന്ന് മഹത്വവൽക്കരിക്കുന്ന സംസ്കാരത്തെ ഒരു വിശ്വാസി വിമർശനാത്മകമായി കാണണം. ഇവിടെ പ്രശ്നം ഒരു കളിയോ കായിക വിനോദമോ മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യനിർമ്മിത വസ്തുവിനെ ചുറ്റിപ്പറ്റി രൂപപ്പെടുന്ന അമിതമായ വികാരബന്ധവും മഹത്വവൽക്കരണവുമാണ്. അതിനുവേണ്ടി കോടിക്കണക്കിന് ആളുകൾ സമയം ചെലവഴിക്കുന്നു, രാത്രികൾ ഉറക്കമൊഴിയുന്നു, വികാരങ്ങൾ പങ്കുവെക്കുന്നു, ചിലപ്പോൾ നിസ്കാരങ്ങളും മറ്റു ബാധ്യതകളും അവഗണിക്കുന്നു. ഒരു മുസ്ലിമിൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ പ്രീതിയോടും പരലോക വിജയത്തോടുമാണ് ബന്ധിക്കപ്പെടേണ്ടത്, ഒരു സ്വർണ്ണ ട്രോഫിയോടല്ല. എന്നാൽ ഇന്ന് പലരും മണിക്കൂറുകളോളം മത്സരങ്ങൾ കാണാനും ടീമുകളെ പിന്തുണക്കാനും വികാരങ്ങൾ ചെലവഴിക്കുമ്പോൾ ഈ കളി കൊണ്ട് സ്വന്തം ദീനിനും കുടുംബത്തിനും സമൂഹത്തിനും യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. മാത്രമല്ല, ഇത്തരം മത്സരങ്ങൾ പലപ്പോഴും നിസ്കാരങ്ങളെ വൈകിപ്പിക്കാനും ജമാഅത്ത് നഷ്ടപ്പെടുത്താനും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് അശ്രദ്ധരാകാനും കാരണമാകുന്നു. ഒരു മത്സരവും നിസ്കാരത്തേക്കാൾ പ്രധാനമല്ലെന്നും ഒരു ട്രോഫിയും അള്ളാഹുവിൻ്റെ പ്രീതിയേക്കാൾ വിലപ്പെട്ടതല്ലെന്നും മനസ്സിലാക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ഒരു വിശ്വാസിയുടെ സമയം അവൻ്റെ ഏറ്റവും വലിയ വിലപ്പെട്ട സമ്പത്താണ്. അതിനെ അള്ളാഹുവിൻ്റെ പ്രീതി നേടുന്ന കാര്യങ്ങളിലാണ് വിനിയോഗിക്കേണ്ടത്. ഒരു മുസ്ലിം അവൻ്റെ വിജയത്തെ ഒരു ടീമിൻ്റെ വിജയത്തോട് ബന്ധിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് അള്ളാഹുവിൻ്റെ അനുസരണയിലും പരലോകത്തെ വിജയത്തിലുമാണ് യഥാർത്ഥ വിജയം തേടേണ്ടത്. ലോകം സ്വർണ്ണ ട്രോഫിക്കായി മത്സരിക്കുമ്പോൾ ഒരു വിശ്വാസി സ്വർഗത്തിന് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ലോകം ഒരു കപ്പ് ഉയർത്തിപ്പിടിക്കുന്നതിൽ അഭിമാനിക്കുമ്പോൾ ഒരു മുസ്ലിം അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നതിലാണ് അവൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് വേണ്ടത്. ഷെയ്ഖ് ബിൻ ബാസ് റഹിമുള്ള പറയാണ്, നാം വിശ്വസിക്കുന്നത് ഔറത്ത് മറക്കൽ, സമയനിഷ്ഠ, നിസ്കാരം സമയത്ത് നിർവഹിക്കുക, നിസ്കാര സമയം നഷ്ടപ്പെടാത്ത രീതിയിൽ കളിക്ക് നിശ്ചിതമായ സമയം വെക്കുക തുടങ്ങിയ നിബന്ധനകൾ കളിക്കാരും കണികളുമടങ്ങിയ ആളുകൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ അവർ ഇന്ന് ഏർപ്പെട്ടിരിക്കുന്ന ഈ കളി നിഷിദ്ധമാണ്, ഹറാമാണ് എന്നാണ്. അള്ളാഹുവിനോട് നാം രക്ഷ ചോദിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പാലിച്ചില്ലെങ്കിൽ കളി ഹറാമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാലിച്ചാലോ? ബാറക്കല്ലാഹു ഫീക്കും, ഹലാലാവും. ഇത് അദ്ദേഹത്തിൻ്റെ ഫത്വ അൽ ജാമിയ അൽ കബീർ ഹുക്മ മുഷാഹദ മുബാറയാത്ത് ഖുറത്തുൽ ഖദീമിൽ കൊടുത്ത ഫത്വയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിൽ ഓട്ട മത്സരം നടത്തിയ സംഭവം ചിലർ ആധുനിക ഫുട്ബോൾ മത്സരത്തെ ന്യായീകരിക്കാൻ ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ അത് വീട്ടുമുറ്റത്ത് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ നടന്ന സ്നേഹപൂർവമായ ഒരു സംഭവമാണ്. അവിടെ നിർബന്ധ നിസ്കാരങ്ങൾ അവഗണിക്കപ്പെടുകയോ ഔറത്ത് മറക്കുന്നതിൽ വീഴ്ച സംഭവിക്കുകയോ സമയനഷ്ടമോ മറ്റ് ശർഈ ലംഘനങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം പാലിക്കപ്പെടുകയും
ശർഈ വിരുദ്ധമായ ഘടകങ്ങൾ ഒഴിവാക്കപ്പെടുകയും ചെയ്താൽ ആധുനിക ഫുട്ബോൾ മത്സരങ്ങൾ അനുവദനീയമാണെന്ന് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ള തന്നെയും പറഞ്ഞിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ ദീനിൽ ഉറപ്പിക്കുകയും വ്യർത്ഥമായ കാര്യങ്ങളിൽ സമയം പാഴാക്കുന്നതിൽ നിന്ന് നമ്മെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ഹഫിദക്കുമുല്ലാ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.